യൂണിഫോം ഇല്ല. അപ്പോൾ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട് കുർത്തീസാണ്, നല്ല ഫ്ലോറലായിട്ടുള്ളത് തന്നെ. ഇതും ട്രെൻഡ്സ് തന്നെയാണ്. ഏഴ് ഭാഗം ഇതിന് വേണ്ടിയിട്ട് അപ്പം മുതൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ഷോപ്പിംഗ് ഹാൾ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കോളേജ് പോകുന്ന പ്രമാണിച്ച് എന്തൊക്കെയാണോ വാങ്ങിയത് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓരോ ഘട്ടമായിട്ട് വാങ്ങിയതാണ്, എല്ലാം കൂടി ഒറ്റയടിക്ക് പോയി വാങ്ങിയതല്ല. കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു മാസം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ മാസമായിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. അതിൽ തന്നെ ഈ കാണിക്കാൻ പോകുന്ന സ്റ്റേഷനറീസൊക്കെ പലതും ഞാൻ 12th പഠിക്കുമ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. പറഞ്ഞാൽ 12th അവസാനമൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ മാസം സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ റിലയൻസ് മാർട്ടിലാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഓരോ പ്രാവശ്യം ഓരോന്നിനായിരിക്കും സെയിൽ. അപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റേഷനറീസിന് സെയിൽ വന്നപ്പോൾ എനിക്ക് നല്ല വില കുറവിൽ കണ്ടപ്പോൾ ഞാൻ പലതും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പലതും അപ്പം തന്നെ യൂസ് ചെയ്തു, പലതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കോളേജിന് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒറ്റയടിക്ക് വാങ്ങിയതല്ല. പിന്നെ ചിലത് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുമ്പോൾ പറയാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹായ്, എൻ്റെ പേര് തീർത്ത. അപ്പോൾ ഞാൻ കോളേജ് കയറാൻ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വ്ളോഗ്. പിന്നെ ഞാനിവിടെ ചെന്നൈയിലാണ് കോളേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇനി വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ക്ലോത്ത്സ് കാണിക്കാം. ഇവിടെ ഞാൻ എല്ലാം എന്ന് പറഞ്ഞാൽ ചില കോളേജസ് ഉണ്ടാവും, പക്ഷേ മിക്ക കോളേജിലും ഇവിടെ കളർ ഡ്രസ്സാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ എൻ്റെ കോളേജിലും യൂണിഫോം ഇല്ല. അപ്പോൾ ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട് കുർത്തീസാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ 2 കുർത്തി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഓരോ മാസമായിട്ട് കുറച്ച് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓവറോൾ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ആദ്യം ഈ ലാവൻഡർ കളറിലുള്ള ടോപ്പാണ്. ഇതൊക്കെ ട്രെൻഡ്സ് എന്നാട്ടോ, മിക്കതും ട്രെൻഡ്സ് എന്നാണ്. പിന്നെ ഇത് ഭയങ്കര എടുത്ത് കാണിക്കുന്ന കളറായി പോയി, നല്ല ഫ്ലോറലായിട്ടുള്ളത് തന്നെ. ഇതും ട്രെൻഡ്സ് തന്നെയാണ്. ഒരു ബ്രൗൺ കളറുള്ളതൊന്ന്, ഇതും ട്രെൻഡ്സ് തന്നെ. ട്രെൻഡ്സ് എന്ന് വാങ്ങുന്നത് തന്നെ ഞാൻ മിക്കതും ആവാസയുടെയാണ് വാങ്ങാറ്. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മെലിഞ്ഞതായതുകൊണ്ട് തന്നെ, സ്കിന്നി ആയതുകൊണ്ട് തന്നെ ആവാസയുടെ വാങ്ങുമ്പോൾ, എക്സ്ട്രാ സ്മോൾ തന്നെ ആവാസയുടെ വാങ്ങുമ്പോൾ ഒരു നല്ല പെർഫെക്റ്റ് ആയിരിക്കും. മറ്റു ബ്രാൻഡിൻ്റെ ഒക്കെ ചിലപ്പോൾ അത്ര സിമെട്രിക്കൽ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ മിക്കതും ആവാസയുടെയാണ് വാങ്ങാറ്. ഇത് ആവാസയല്ല, ട്രെൻഡ്സ് എന്നല്ല, ഇത് റിലയൻസ് മാർട്ട് എന്നാണ്. ഇപ്പോൾ ചിലതൊക്കെ സ്മോൾ സൈസാണ്, അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഓൾട്ടർ ചെയ്തു, കറക്റ്റാക്കി. ഇപ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഒരു പ്രാവശ്യം ഇടുകയും ചെയ്തു, ഒരേ ഒരു വട്ടം ഒരു ഫംഗ്ഷന് ഇട്ടു. ബ്ലാക്കിൽ ഫ്ലോറിൽ പെൻസ് അല്ല കേട്ടോ. ഇതും എന്താ പറയുക, റിലയൻസ് മാർട്ടിൽ നിന്നാണ്. ഇത് ഒരു സെറ്റായിട്ട് വാങ്ങണത്, ഡാർക്ക് ബ്ലൂ. ഇതിൻ്റെ ഒരു ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ +2 ഓണം സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സെയിം പ്രിൻറ്റ് ഡാർക്ക് ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ ഇത് 2 എണ്ണം ഡിഫറെൻറ്റ്, പല പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് സെറ്റായിട്ടാട്ടോ വരും. ഇതിന് പാൻറ്റും കൂടെ ഉണ്ടാവും, മറ്റേതിനൊന്നും പാൻറ്റ് ഉണ്ടാവില്ല. ഇതിന് കൂടെ പാൻറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് റിലയൻസ് മാർട്ടിൽ നിന്നാണ്, മെറൂൺ. പിന്നെ ഇതും ട്രെൻഡ്സ് തന്നെ. പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു റീല്, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്ത റീല്. അത് അപ്പോൾ തലേ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അല്ല, അന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ. അവിടുന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ട്സിനെ കാണാൻ പോയത്, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്തു. ഡാർക്ക് എനിക്കിതെന്തോ, എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ്, ഒരു ജാതി കളേഴ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെയാണ്, ആവാസ് തന്നെയാണ്. ഇത്രയും കുർത്തീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് കോളേജ് പോകുമ്പോൾ ഇടാനുള്ളത് ഡ്രസ്സൊക്കെ. നെക്സ്റ്റ് ഞാൻ കോളേജ് ബാഗ് കാണിച്ചു തരാം. ഇതാണ് ഫുൾ ബ്ലാക്ക്. ഇതിൽ ലാപ്ടോപ്പ് ഇടാനുള്ള സ്ലോട്ടൊക്കെ ഉണ്ട്. ഇത് ഒരു സിബ് ഇവിടെ ഉള്ളൂ, ഇവിടെ ഒന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. വരുമ്പോഴേക്കും ഇങ്ങനെയായി. പക്ഷെ എനിക്കിതിപ്പോൾ ഇഷ്ടമായിട്ട്, എനിക്കിപ്പോൾ ഇത് ഓക്കെയാണ്. മറ്റേതിനെക്കാട്ടിലും ബെറ്റർ ഇത് തന്നെ കേട്ടോ. ഇത് വാങ്ങിയതല്ല, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ അച്ഛന്. അപ്പോൾ ഇത് മുമ്പേ കിട്ടിയതായിരുന്നു, ഞാൻ സൂക്ഷിച്ച് വെച്ചു. ഞാൻ കോളേജ് പോകുമ്പോൾ എടുക്കുള്ളൂ പറഞ്ഞിട്ട്. ഇത് ചൂട് നിൽക്കണതാണെന്ന് തോന്നണു. ചൂട് നിൽക്കണതാ. ഇതിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാം. പിന്നെ ഇതാണ് പൗച്ച്. ഇത് റിലയൻസ് മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 49 രൂപയായിട്ടാണ്. എന്താ പറയുക, കീറുതൊന്നും തോന്നണില്ല. ഇത് നല്ല മെറ്റീരിയൽ തന്നെ. ഒരേ ഒരു ഭാഗം. ഈ ബാഗിന് 700 സംതിങ് വന്നു. 600 എത്രയാണ്, 700 ഓൾമോസ്റ്റ് ആയി. ഇതിന് 49 ബോട്ടിൽ പിന്നെ ഫ്രീ ആയി കിട്ടിയതാണ്. പിന്നെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അച്ഛൻ്റെ പഴയ ലഞ്ച് ബോക്സ് ഇപ്പോൾ എൻ്റെ അച്ഛനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുപോകുക, മറ്റേത് ഓഫീസിൽ നിന്ന് കിട്ടുമായിരുന്നു.
അപ്പോൾ മറ്റ് ലഞ്ച് ബോക്സിന് എണ്ണ ലീക്കാവും, കറിയൊക്കെ ലീക്കാവും. ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് തന്നെ ആയിരുന്നു എൻ്റെ പഴയത്. അതിൻ്റെ ബോർഡറിലൊക്കെ ഇങ്ങനെ റബ്ബറിൻ്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് ലീക്ക് അടിക്കില്ല. അപ്പോൾ എൻ്റെ അച്ഛനാണ് അത് യൂസ് ചെയ്യണേ, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. മറ്റേത് ബ്ലാക്ക് ആയിരുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും എൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ട് ചോദിക്കുമായിരുന്നു അതിൻ്റെ ലിങ്ക്. അത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയത് കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ലിങ്കൊന്നുമില്ല. ഇതും ഓഫ്ലൈനായിട്ട് വാങ്ങിയത്, പക്ഷേ ഇത് സെലോൻ്റെ ഏറ്റമാണ്, അതുകൊണ്ട് ഇത് ഓൺലൈനിൽ നിന്ന് കിട്ടുമെന്ന് തോന്നണം. ഇത് ബ്രൗൺ കളറാണ് വാങ്ങിയത് ഞാൻ. ബ്ലാക്ക് നോക്കിയതായിരുന്നു, കിട്ടിയില്ല. ഈ നെക്സ്റ്റ് എൻ്റെ പഴയ സ്റ്റഡി വ്ളോഗ് കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും ഈ ബുക്ക്. ഇതിലാണ് ഞാൻ എൻ്റെ +2 മാത്സ് കാൽക്കുലസിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബുക്ക് വാങ്ങുമ്പോൾ എനിക്ക് ഇത് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കോളേജിന് വേണ്ടിയിട്ട് അപ്പം മുതൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതാണിത്, ഫ്രഷ് ബുക്ക്. അപ്പോൾ ഞാൻ കോളേജിനായിട്ട് സൂക്ഷിച്ച് വെച്ചതാണ്. അതേപോലെ തന്നെ ഇതും ഫ്രീ ആണ്. ഇത് വാങ്ങുമ്പോൾ കിട്ടിയില്ല, വേറെ എന്തിനാ കിട്ടിയതാണ്. 2023 മുതൽ സൂക്ഷിച്ച് വെച്ച സാധനം അത്, ഡയറി. അപ്പോൾ ഇതും ഫ്രീ ആണ്. പിന്നെ ഇത് വർഷം ഇതിൽ കാണാനില്ല, ഇവിടെ പേര് എഴുതുന്നത്, അതുകൊണ്ടാണ്. ഇതും ഫ്രീ ആയി കിട്ടിയതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വീട്ടിൽ എൻ്റെ സ്റ്റഡി വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാൻ വീട്ടിൽ സെപ്പറേറ്റ് നോട്ട് വിൽക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കോളേജിൽ തന്നെ ലെക്ചർ നോട്ടിനായിട്ട് നമുക്ക് കോളേജ് കൊണ്ടുപോവുക, വീട്ടിൽ വന്നിട്ട് കുറച്ച് വൃത്തിയായിട്ട് നല്ല നോട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. ഇത്ര ഉള്ളൂ കേട്ടോ, കുറവ്. ഇങ്ങനത്തെ കുറച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ട്, കുറച്ച്. ഇത് വെയിറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ്, കുറച്ചേ ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഡെയിലി കോളേജ് കൊണ്ടുപോകാൻ. ഈ ഡയറിയും സ്പൈറലൊക്കെ എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ചായി വാങ്ങിയിട്ട്, അങ്ങനത്തെ ഹൈലൈറ്റർ. പിന്നെ ഇത് 12th ബാക്കി വന്ന പെന്നാണ്. സ്റ്റോക്ക് ഉണ്ടായിരുന്ന പെന്ന്, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 12th ബാക്കി വന്ന പെന്നാണ്. അപ്പോൾ 12th ഞാൻ ബ്ലാക്ക് അല്ല, ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് എഴുതി പഠിക്കാൻ യൂസ് ചെയ്ത പെന്നാട്ടോ. ഇത് ജെല്ലാണ്, പക്ഷെ ഇത് എഴുതാൻ നല്ല സുഖം. അപ്പോൾ ഇത് എനിക്ക് എക്സാം ടൈമിന് എഴുതി പഠിക്കാൻ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ബാക്കി വന്നത് അത് ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബ്ലൂ ഇക്കൊല്ലം ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യും, ഈ 3 ബ്ലൂ. പിന്നെ എന്താ വീണ്ടും ഒരു ബ്ലാക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് ഫാൻസി പെന്ന് പോലത്തെയാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും ഒരു ഏറിപ്പോയ 5 രൂപയുടെ പെന്നാണ് വാങ്ങുക. സാധാരണ ഇങ്ങനത്തെ പെന്നാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു രസത്തിന് വാങ്ങിയത് കേട്ടോ. ഇതിന് 10 രൂപയാണ്. എഴുതുന്നുണ്ട്, നന്നായി സുഖമായിട്ട് എഴുതുന്നുണ്ട്, പക്ഷേ എത്ര കാലം ഓടുമെന്ന് അറിയില്ല, ഫാൻസി ചെയ്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പെന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് എന്താ പറയുക, ഇതിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ബാഗിൽ തൂക്കണം എന്നുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് കീച്ചനാണ്. ഇത് കുറേ കാലമായി എടുത്ത് വെച്ച് ഇതിലൊക്കെ ചളി പിടിച്ചു. അപ്പോൾ എന്തായാലും ഉപയോഗിക്കാൻ വെച്ചിട്ടാണ്. ഇതൊരു പൂച്ചയും ഒരു ഫോക്സാണ് തോന്നുന്നു, ഫോക്സ് അല്ല, എന്താ സാധനം. ഇതെൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഇത് ഞാൻ എൻ്റെ അമ്മ വാങ്ങി തന്നതാണ്. ഇത് 2 ഞാൻ ഇതിലിങ്ങനെ കോർത്തു. അപ്പോൾ ഇത് പുതിയതല്ല കേട്ടോ, ഇത് പഴയതാണ്. ഇത് ഞാൻ ബാഗിലിടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കോളേജിന് വേണ്ടി വാങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ആരും സജസ്റ്റ് ചെയ്തതല്ല, എൻ്റെ മൈൻഡിൽ വന്ന ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വേഗം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത 11th പബ്ലിക് എക്സാമിന് തൊട്ട് മുമ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ 11th പബ്ലിക് എക്സാം കഴിഞ്ഞു, 12th പബ്ലിക് കഴിഞ്ഞു, ഇപ്പോൾ കോളേജ് കയറാൻ നിൽക്കാറായി. എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതെൻ്റെ കമൻറ്റ് എപ്പോഴും ഇടുന്നവർ അവരുടെ ഐ ഡി കണ്ട വേഗം മനസ്സിലാവും. ഒരു കാലത്ത് നമ്മൾക്ക് 11th വിശേഷങ്ങളും എക്സാമിനെ കുറിച്ചൊക്കെ ചോദിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 12th പഠിത്തം, ലാബ് അങ്ങനെയായി, പബ്ലിക്കിൻ്റെ പ്രശ്നമായി, അത് കഴിഞ്ഞ് റിസൾട്ടായി. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ആയി. ഇപ്പോൾ എല്ലാവരും കോളേജ് കയറാൻ അവരുടെ വിശേഷം കമൻസിലിടുക, അങ്ങനെയൊക്കെയാണ്. ശരിക്കും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് നേരിൽ വീഡിയോസിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ശരിക്കും ടൈം വേഗം പോയ പോലെ തന്നെ ഉണ്ട് ഈ 11th 12th പ്രത്യേകിച്ച്. അതായത് 11th 12th തന്നെയാണ് വേഗം ടൈം പോയ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളും തന്നെ ഈ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും തന്നെ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള അത് കഴിഞ്ഞു, ഇനി കോളേജ് അറ്റ്മോസ്ഫിയറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.